ഇന്ന് നമ്മൾ ഒരു നാടൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല രസമുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ കറിയിലേക്ക് നമുക്ക് മെയിനായിട്ട് രണ്ട് സാധനങ്ങളാണ് നമ്മൾ ഈ കറിയിലേക്ക് കഷ്ണങ്ങളായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉണക്കപ്പയറുണ്ടല്ലോ, ഉണക്കപ്പയർ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ മുളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ മുളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, പയർ വർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം പ്രോട്ടീനൊക്കെ ഉണ്ടെന്നുള്ള പറയുന്നത്. അപ്പോൾ പയർ മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാനൊന്നും കൂടി ഒന്ന് പറയാം. ആദ്യം പയർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ സാധാരണ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പയർ വർഗ്ഗങ്ങൾ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് രാത്രി നമ്മൾ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നേരം എടുക്കുമ്പോഴല്ലേ നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതേപോലെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്താം, ഒരു 6-7 മണിക്കൂർ വെള്ളത്തിലിടാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം നമ്മൾ കളയണം. വെള്ളം കളഞ്ഞ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നനഞ്ഞേക്കണ ടവലോ അല്ലെങ്കിൽ തോർത്തുണ്ടോ അല്ലെങ്കിൽ പേപ്പർ ടവലോ എന്തെങ്കിലും ഒന്ന് നനച്ചിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കൊണ്ടിടാം, ഒരു നനവ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സൺലൈറ്റ് ഉള്ളോടത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുള വരും. അപ്പോൾ നമ്മുടെ അടുക്കളയുടെ ജനലിൻ്റെ അവിടെ വെച്ചാൽ മതി. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 ദിവസം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം ആകുമ്പോഴേക്കും ഒരു കുഞ്ഞൊരു മുള വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് മുള വരും. അപ്പോൾ ആ പേപ്പർ ടവല് ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ വെള്ളമൊക്കെ പോയിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമല്ലോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നനച്ചിട്ട് അങ്ങനെ തന്നെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നനച്ചിട്ട് ഇടുമ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് എന്താ പറയുക, ഒന്നിങ്ങനെ മറിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ അടിയിൽ കിടക്കുന്നത് മുകളിൽ കിടക്കുന്നത് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 2 ദിവസം, ഒരുപാട് വെള്ളം പാടില്ല കേട്ടോ, ജസ്റ്റ് ടവല് എന്തെങ്കിലും ഒന്ന് നനച്ചിട്ടാൽ മതി. കാരണം കൂടുതൽ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊന്നും മുളയൊന്നും വരില്ല കേട്ടോ, അത് ഒരു മണമാക്കി വരും. അപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മണം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് വെള്ളം കളഞ്ഞ് കഴിഞ്ഞിട്ട് ആ നമ്മൾ ആദ്യം നനച്ചിട്ടിരുന്ന ടവലുണ്ടല്ലോ, ആ ടവല് ഒന്നും കൂടി നമ്മളൊന്ന് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് മുകളിലിടും. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇതേപോലെ നന്നായിട്ട് മുള വരും. അപ്പോൾ ഈ പയർ വെച്ചിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതും എടുക്കണുണ്ട്, പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉരുളൻകിഴങ്ങും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കറി വയ്ക്കുന്നത്. ഫസ്റ്റ് ഗ്യാസ് കത്തിക്കട്ടെ. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് മല്ലി ചേർക്കാം. ഞാനിവിടെ മുഴുവനായിട്ടുള്ള മല്ലിയാണ് ചേർക്കുന്നത്. മല്ലി ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്. അപ്പം ഈ മല്ലി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. മല്ലിപ്പൊടിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചേർക്കരുത് കേട്ടോ, അത് ചേർക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം. ഇത് മുഴുവനായിട്ടുള്ള മല്ലി ആയതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ചേർക്കേണ്ടത്. കാരണം മല്ലി നന്നായിട്ടൊന്ന് ചൂടാവണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ചേർക്കാം. അപ്പോൾ മല്ലി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് തേങ്ങ ചേർക്കാം. അപ്പം ഇതേപോലെ കയ്യിൽ ഇതാ ഒരു പിടി തേങ്ങ, ഒരു പിടി തേങ്ങ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൊരിയാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയും കൂടിയിട്ട് ചേർക്കാം. അത് വെളിച്ചെണ്ണ കേട്ടോ, ഇവിടെ ചെറുതായിട്ട് തണുപ്പുണ്ട്, അതുകൊണ്ടാട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ ഐസും കട്ട പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാത്തൻ കോഴിക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് കോഴികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇത്രയ്ക്കാണ് ചേർക്കുന്നത്, ഒരു 1/2 ടേബിൾ സ്പൂൺ. ഈ മഞ്ഞൾപ്പൊടി അത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിയട്ടെ. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കട്ടെ. ഈ അടുത്തത് നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ മല്ലിപ്പൊടി ആയിട്ടാണ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. നമ്മൾ മുഴുവനായിട്ടുള്ള മല്ലി 2 ടേബിൾ സ്പൂൺ അല്ലേ ചേർക്കുക, പൊടിയായിട്ട് ചേർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മല്ലി ഓൾറെഡി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ മുഴുവനായിട്ടുള്ള മല്ലി, ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം.
മുളക് പൊടി ഞാനിതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഈ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് ഇതിലേക്ക് നമ്മൾ ഇനി ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കുന്ന സമയത്ത് പച്ചമുളക് കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഈ മുളക് പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് പൊരിക്കണം. മുളക് പൊടി ആയിരുന്നാലും ശരിക്കും പൊരിഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുളക് പൊടിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് നമ്മുടെ കറിക്ക് വരും കേട്ടോ. എല്ലാ മസാലപ്പൊടികളും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് ഇരുന്നിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ മിക്സിയിൽ ചെറിയ ചാറിലിട്ടിട്ട് അരച്ചാലും മതിയാവും. അപ്പോൾ ഫസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കുക, അപ്പോൾ നന്നായിട്ട് പൊടിയുമല്ലോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ആവശ്യം ഉണ്ടാവുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഇനി ഇതിവിടെ ഇരുന്നിട്ട് പതുക്കെ ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇനി നമുക്ക് കറിയിലേക്കുള്ള കഷ്ണങ്ങൾ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ അടുത്തത് നമ്മൾ കറിയിലേക്കുള്ള കഷ്ണങ്ങൾ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സവാളയുടെ പകുതി ഇത് ഒന്ന് സ്ലൈസ് ചെയ്തിട്ടിടാം. ഒന്ന് കനം കുറച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടില്ലേ അതേപോലെ. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ സവാള നീക്കി പിടിക്കിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരും. ഈ സവാളയിൽ നിന്ന് നമ്മൾ ഇനി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമ്മൾ വഴറ്റണില്ല കേട്ടോ. നേരിട്ട് കഷ്ണങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ട് നമ്മൾ വേവിക്കാനും പോകണം. ഓക്കെ, ആ പകുതി സവാളയുടെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് കറിയിൽ താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി ഒന്നല്ലെങ്കിൽ ചതച്ചിട്ട് ചേർക്കാം, അല്ലെങ്കിൽ നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി അതിലേക്ക് പച്ചമുളക്. അപ്പോൾ നമ്മൾ മുളക് പൊടി നമ്മൾ തേങ്ങ അരച്ചപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക്, ഇത് ഞങ്ങളുടെ ഇവിടെ വീട്ടിലുണ്ടായ പച്ചമുളക് കേട്ടോ. ഇതിനധികം എരിവില്ല. അപ്പോൾ 2 പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഒടിച്ചിട്ടാ. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളായിട്ട് ഞാൻ ഉരുളൻകിഴങ്ങ് തൊണ്ട് കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലത്തെ 3 ഉരുളൻകിഴങ്ങായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇത്രയ്ക്ക് വലുപ്പം. ഓക്കെ, ഉരുളൻകിഴങ്ങ് എന്നാലും കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ പയറ് മുളപ്പിച്ചത് അതും കൂടിയിട്ട് ചേർക്കട്ടെ. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പോലെ തോന്നുന്നതാട്ടെ. ഇത് ഞാൻ ഒരു 3/4 ഗ്ലാസ് ഉണക്കപ്പയറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് മുളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇത് കുറേ പോലെ നിങ്ങൾക്ക് തോന്നുന്നതാട്ടത്. ഈ ഉണക്കപ്പയറും കൂടിയിട്ട് ചേർക്കട്ടെ. ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ വേകാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. അതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളം ഒന്ന് നികന്ന് നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് വെള്ളം വേണം കേട്ടോ, കാരണം ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവണമല്ലോ. അപ്പോൾ ഇനി അടുപ്പത്തേക്ക് വെക്കുകയാണ്. തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ പച്ചയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 പിടി തേങ്ങയായിട്ട് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം, ചെറിയ ജീരകം കേട്ടോ. ഇതും കൂട്ടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഇരുന്നിട്ട് വേവട്ടെ. കഷ്ണങ്ങൾ വേവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഈ തേങ്ങ രണ്ടും ഞാനൊന്ന് അരച്ചു കൊണ്ടിട്ടെ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ കൊതുകിനെ പിടിക്കണ ഒരു ലൈറ്റ് ഉണ്ട് ഇവിടെ. ഇടയ്ക്ക് കൊതുകുണ്ട് കേട്ടോ, കുഞ്ഞു കൊതുകുകൾ. ഇതിങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന വന്നതല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ പുല്ലും പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് വരുന്നതാണ്. കടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേദനയായിരിക്കും. വേദനയൊന്നല്ല, കടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരത്തേക്ക് ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. എന്നെയൊക്കെ ഒരു കൊതുക് കടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഴും കൊതുകുകളൊക്കെ. ചാവില്ല. നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വേണമെങ്കിൽ പറപ്പിച്ച് വിടാം. അല്ലെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നിട്ട് അത് കുറേ ദിവസം കിടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് ചാവും. അപ്പോൾ അതൊന്ന് ഓണാക്കട്ടെ. ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. ഇതാട്ടോ ആ ലൈറ്റാണിത്. ഞാനിവിടെ ഒരു കൊളത്തിയിട്ടേക്കാം. ഇത് നമ്മൾ ഓണാക്കുമ്പോൾ ഒരു നീല ലൈറ്റ് കത്തും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ലൈറ്റ് കണ്ടിട്ടാന്ന് തോന്നുന്നു കൊതുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് വീഴും.
ഓണാക്കിയിട്ടുണ്ട്. അത് രാത്രിയാകുമ്പോൾ ശരിക്കും നല്ല എന്താ പറയുക, നല്ല നീല കളറായിരിക്കും. അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫാനും കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. കൊതുകുണ്ടെന്ന് വെച്ചാൽ വന്ന് വീഴും. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ഈ പറമ്പിൻ്റെ അറ്റം വരെയുള്ള സ്ഥലം വരെ ഇത് ഈ ഒരു കവർ ചെയ്യുന്നതാണ് അതിനകത്ത് എഴുതിയത്. ഞങ്ങളിവിടെ എപ്പോഴും ഓണാക്കി വെക്കാറുണ്ട്. അപ്പോൾ കൊതുക് പിന്നെ കടിക്കാറില്ല. അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കൊതുകുണ്ടാവും. അകത്തേക്ക് കൊതുക് കയറില്ലുണ്ട്. ഇവിടെ എല്ലാ ജനലും എല്ലാ വിൻഡോയും എല്ലാവരും ഈ കൊതുകിൻ്റെ നെറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് അത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അങ്ങനെയാണ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്ത് ആരുടെ വീടിൻ്റെ അകത്തും കൊതുക് കയറും. അങ്ങനെ കൊതുകില്ല. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനെ കൊതുക് വരും. അത് കുഞ്ഞു കുഞ്ഞു കൊതുകുകളാണ്. അപ്പോൾ ഞാനിവിടെ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കട്ടെ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. നല്ല മണമൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ നാടൻ കറിക്ക് വെക്കുമ്പോൾ ഒരു മണം വരില്ലേ, നമ്മളിങ്ങനെ ഒന്നിലിട്ട് ഇങ്ങനെ വളർത്താണ്ട് ഇങ്ങനെ കറി വെക്കുമ്പോൾ വേറെ ഒരു പച്ചമണം പോലത്തെ ഒരു മണം വരില്ലേ, അങ്ങനത്തെ ഒരു മണമൊക്കെ പറഞ്ഞിട്ട്. എന്താണോ നോട്ടേടാ. വെന്തണ്ടേ, ഉരുളക്കിഴങ്ങ് വെന്തണ്ടോ നോട്ടെ. ഉരുളക്കിഴങ്ങ് എന്തായാലും വെന്തണ്ടാവും, കാരണം നമ്മൾ ചെറുതായിട്ടല്ലേ ഇട്ടേന്താ. രണ്ടും വെന്തിട്ടുണ്ട്. പയറും വെന്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്തരച്ചേക്കണ അരപ്പാട്ട ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ പച്ചതേങ്ങ അരച്ചത് ചേർക്കാം. കാരണം പച്ചതേങ്ങ അരച്ചത് നമുക്ക് കുറേ നേരം ഇട്ടിട്ട് തിളപ്പിക്കണ്ട. ഇത് നമുക്ക് കുറച്ച് നേരം ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം. അരച്ചത് ചേർക്കാം. അത് നോക്കിക്കേ, ഇതേപോലെ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ. ആ ചോറിനറിയാ പോരാ. ഈ കറി മൂടി വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ അരപ്പിൽ കിടന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വേവട്ടെ. ഈ മരത്തിൻ്റെ ഇലയുടെ കളറൊക്കെ മാറിയേക്കണുണ്ട്. അതൊക്കെ പച്ച കളറായിരുന്നു. ഇപ്പോൾ നോക്കിക്കേ ഒരു മഞ്ഞ കളറൊക്കെ വന്നേക്കണുണ്ട്. ഇല പഴുത്ത പോലെ വന്നേക്കണുണ്ട്. ആ മരത്തിൻ്റെ ഇലയൊക്കെ കുറേ കൊഴിഞ്ഞിട്ടുണ്ട്. ചില മരത്തിൻ്റെ ഇലയുടെ കളറൊക്കെ പെട്ടെന്ന് മാറും. ചെറിയ തണുപ്പ് വരുമ്പോഴേക്കും വേഗം കളർ കണ്ട് മാറും. ഈ മരത്തിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കുറച്ചും കൂടി നല്ല ഒരു തണുപ്പിൽ നിൽക്കും. ഇതാ അവിടെയൊക്കെ ആയിരുന്നാലും മരത്തിൻ്റെ ഇലയുടെ കളർ മാറിയേക്കണേണ്ട. ഒരു മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇല ഉണ്ടാവില്ല കേട്ടോ. അത് ഇലയൊക്കെ അവിടെ വീഴുന്നുണ്ട്. അത് ഇതാട്ടോ നമ്മുടെ പാവയ്ക്കാണ്. പാവയ്ക്ക പടർന്ന് കയറിയേക്കെന്താ കുറേ പൂടുന്നുണ്ട്. പക്ഷേ ഇനി പൂ ഇട്ടാലും നമുക്ക് പാവയ്ക്കൊന്നും കിട്ടില്ല.
നമ്മുടെ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് കറി ഒരു 5 മിനിറ്റ് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കറിയിലേക്ക് നമ്മൾ ജീരകവും തേങ്ങയും കൂട്ടിയിട്ട് അരച്ച് വെച്ചിട്ടില്ലേ, അതും കൂട്ടിയിട്ട് ചേർക്കണം. അപ്പോൾ നമ്മൾ പച്ചതേങ്ങ അരച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു 3-4 മിനിറ്റും കൂടിയിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കറി നോക്കിക്കേ, ഒരുപാട് ചാറിലെടുക്കാണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇതിപ്പോൾ ഒരു പാകത്തിന് ചാറുണ്ട് കറിയിൽ. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ചിടാം. അപ്പോൾ ഈ കറി ഇറക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ഇനി കുറച്ച് ഉള്ളിയും ചേർക്കാം. ഇനി ഉള്ളി നന്നായിട്ട് മൊരിയിട്ട് താളിച്ച് ചേർക്കുമ്പോൾ ഉള്ളി നന്നായിട്ട് മൊരിയണം കേട്ടോ. അപ്പോഴായിരിക്കും താളിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണാക്കി വരാം. എൻ്റെ മൊരിഞ്ഞ് ഒരു കരിഞ്ഞ പോലെ ഇങ്ങനെ വരില്ലേ, അതേപോലെ വരണം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. കറി ഇവിടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ആ തേങ്ങ അരച്ച് ചേർത്തതിൻ്റെയും ആ തേങ്ങ വറുത്ത് ചേർത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടിയിട്ട് നല്ല മണം കഴിച്ച് നോക്കാം. കറിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, പക്ഷെ കറി നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. പയറൊക്കെ ആയിരുന്നാലും ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. പയറൊക്കെ നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും ഇതേപോലെ പയറ് മുളപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ശരിക്കും ഉണക്ക പയറിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ. പക്ഷെ ഇതേപോലെ കറി വയ്ക്കുമ്പോൾ നല്ല രസം. ചിലവർക്ക് ഇങ്ങനെ പയറ് മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. പക്ഷെ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടം. ഇവിടെ ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറിനിടാൻ നേരമായിട്ടുണ്ട്. ഞാൻ കറിയൊക്കെ അകത്ത് കൊണ്ടുപോയിട്ട് ചോറൊക്കെ കൊണ്ടട്ടെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നാളെ ചിലപ്പോൾ വരില്ലായിരിക്കും. മറ്റന്നാൾ ഞങ്ങൾ വെക്കേഷന് പോകുന്നു പറഞ്ഞില്ലേ, അപ്പോൾ ചിലപ്പോൾ നാളെ ഉണ്ടാവില്ലേ. ചിലപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും ചിലപ്പോൾ റെസിപ്പികൾ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പിന്നെ കാണാം.